എസിനെ ഓർത്തെടുക്കുന്നത്? വി എസിനെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? നമസ്കാരം ശ്രീ ഷൺമുഖൻ, താങ്കൾ വി എസിനെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? താങ്കൾ എങ്ങനെയാണ് വി എസിനെ ഓർത്തെടുക്കുന്നത്? പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ജനപ്രിയനായ നായകനെ കണ്ടിട്ടില്ല. ഏത് രാഷ്ട്രീയക്കാരനും ഒരുപോലെ സ്നേഹിക്കുന്ന, ആവേശം കാണിക്കുന്ന ഇദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ 100ാം വാർഷികമെങ്കിലും ഇതുപോലെ ഒന്ന് സമുചിതമായി കൊണ്ടാടിയിരുന്നെങ്കിൽ ജനകോടികൾ അദ്ദേഹത്തെ ആശംസിക്കാനെത്തുമായിരുന്നു. അദ്ദേഹത്തിന് ഒരു നല്ലൊരു സന്തോഷമായിരുന്നേനെ. ഇപ്പൊ ജീവൻ വിട്ടുകഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അങ്ങനെ വിസിറ്റ് ചെയ്യാൻ തന്നെ അവരെ നേതാക്കന്മാർ തന്നെ തുനിഞ്ഞത്. ജീവനോടെ ഇരുന്നപ്പോൾ ഇതുപോലെ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇത് ആദ്യം ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മനസ്സിനൊരു സന്തോഷം ഉണ്ടായിരുന്നേനെ. അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. എന്താണ് ഈ കാണുന്നത്? മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം ഒരു മാതൃകയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം. അതുപോലെ എല്ലാ നേതാക്കന്മാരും ഇതുപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് സ്ഥിതി എന്തായിരുന്നേനെ? എല്ലാവർക്കും ഇതൊരു പാഠമാണ് അദ്ദേഹത്തിന്റെ ജീവിതവും പ്രവർത്തനവും. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ഷൺമുഖൻ. വി എസിനെ കുറിച്ചുള്ള ഓർമ്മകൾ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. 80 86 89 70 49 എന്ന നമ്പറിലേക്ക് വിളിച്ച് പ്രേക്ഷകർക്ക് വി എസിനെ കുറിച്ചുള്ള ഓർമ്മകളും അനുഭവങ്ങളും കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കാനാവുന്നതാണ്. വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി ദർബാർ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ജനങ്ങളുടെ പ്രിയ നേതാവ്